ഇവിടെ വുമൺസ് പ്രീമിയർ ലീഗിൽ RCB തുടർച്ചയായ മൂന്നാമത്തെ ജയവുമായി പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ RCB ജയിച്ചിരിക്കുന്നത് 43-4 എന്ന പൊസിഷനിൽ നിന്നാണ് ഒരു 183 റൺസ് അടിച്ച് പിന്നീട് 30-35 റൺസിന് ജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഗുജറാത്ത് ജയൻസിനെതിരെയാണ് അവർ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ രാധാ യാദവ് ഇന്ത്യയുടെ ഒരു ബൗളറാണ്, സത്യം പറഞ്ഞാൽ സ്പിൻ ബൗളറാണ് ഇന്ത്യൻ വുമൺസ് ടീമിൻ്റെ. സത്യം പറഞ്ഞാൽ ടീമിൽ നിന്ന് പുറത്താണ്. ചരണി ആണ്, ശ്രീ ചരണി എന്ന് പറഞ്ഞൊരു പ്ലെയറാണ് ഇപ്പോൾ സ്പിൻ പൊസിഷനിൽ കളിക്കുന്നത്. രാധാ യാദവ് സബ് ആയിട്ട് ടീമിൽ ഇടം നേടുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു പ്ലെയറാണ് 60 റൺസ് അടിച്ച് ടോപ്പ് സ്കോർ ആയിരിക്കുന്നത്. ഒപ്പം റിച്ച ഘോഷ് ഇന്ത്യൻ യുവ വിക്കറ്റ് കീപ്പറാണ്. 28 ബോളിൽ 44 റൺസ് അടിച്ച്. ഒപ്പം ഈ വർഷം RCB കിട്ടിയ രത്നം നദിൻ ഡി ക്ലർക്ക് 12 ബോളിൽ 28 റൺസ് അടിച്ച് പുറത്താവാതെ നിന്ന് നല്ലൊരു സ്കോറിലേക്ക് RCB എത്തിച്ച് 43-4 എന്നുള്ള പൊസിഷനിൽ നിന്ന് ഒരു 100 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് രാധാ യാദവും റിച്ച ഘോഷും തമ്മിൽ അവിടെ ക്രിയേറ്റ് ചെയ്തത്. ആ പാർട്ട്ണർഷിപ്പ് തന്നെയാണ് കളി മുന്നോട്ട് കൊണ്ടുപോയതും. മറുപടി ബാറ്റിങ്ങിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗുജറാത്ത് ജയൻസിനെ സത്യം പറഞ്ഞാൽ എറിഞ്ഞിട്ട് ശ്രേയങ്ക പാട്ടീൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓഫ് സ്പിന്നർ 21-22 റൺസിന് 5 വിക്കറ്റാണ് വീഴ്ത്തിയിരിക്കുന്നത്. ഇതിലിപ്പോൾ മാൻ ഓഫ് ദി മാച്ച് ആയിരിക്കുന്നത് എല്ലാവരും വിചാരിച്ച ശ്രേയങ്ക പാട്ടീലാവുന്നതാണ്. പക്ഷേ രാധാ യാദവാണ് മാൻ ഓഫ് ദി മാച്ച്. എന്തായാലും നല്ലൊരു കളിയായിരുന്നു ഈ കൊല്ലത്ത് RCB. ഇക്കൊല്ലത്തല്ല, ഒരു 2 വർഷത്തോളമായിട്ട് RCB ടീം സ്ട്രോങ് ആണ്. മെൻസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വുമൺസ് ഒരു കിരീടം നേടിയിട്ടുണ്ട്. അപ്പോൾ RCB കൊല്ലവും വിജയ പ്രതീക്ഷയിലാണ്.